നമസ്കാരം. പേർഷ്യൻ ഗൾഫ് മേഖലയിലും പശ്ചിമേഷ്യൻ മേഖലയിലും യുദ്ധത്തിന്റെ ചൂട് കത്തിക്കൊണ്ടിരിക്കെ ആഗോള ശക്തികളുടെ ശക്തി സമവാക്യങ്ങൾ തന്നെ മാറ്റിമറിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ്. F-15E യുദ്ധവിമാനത്തിനു പിന്നാലെ മറ്റൊരു US യുദ്ധവിമാനം കൂടി തകർത്തെന്ന് ഇറാന്റെ അവകാശവാദമാണ് പുറത്തുവരുന്നത്. പേർഷ്യൻ ഗൾഫ് മേഖലയിൽ US എയർഫോഴ്സ് യുദ്ധവിമാനമായ ഫെയർ ചൈൽഡ് റിപ്പബ്ലിക് A-10 തണ്ടർബോൾട്ട് 2 അഥവാ A-10 വാർത്തോഗ് എന്ന യുദ്ധവിമാനമാണ് തകർന്നു എന്ന് അവകാശപ്പെടുന്നത്. ഹോർമോസ് കടലിടുക്കിന് സമീപമായിരുന്നു അപകടം. അതിലെ പൈലറ്റിനെ രക്ഷപ്പെടുത്തിയതായും അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. വെള്ളിയാഴ്ച ഒരു F-15E സ്ട്രൈക്ക് ഈഗിൾ യുദ്ധവിമാനവും തങ്ങൾ വെടിവെച്ചിട്ടതായി ഇറാന്റെ സൈനിക വിഭാഗമായ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർ അവകാശപ്പെട്ടിരുന്നു. ആക്രമണത്തെ തുടർന്ന് വിമാനം തകരുന്നതിന് മുൻപ് പൈലറ്റുമാർ പുറത്തേക്ക് ചാടിയതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ വിമാനത്തിലെ പൈലറ്റുമാരിൽ ഒരാളെ രക്ഷപ്പെടുത്തിയെങ്കിലും രണ്ടാമത്തെ ആൾക്കായി തിരച്ചിൽ തുടരുകയാണ്. അയാൾ ഇറാന്റെ കസ്റ്റഡിയിലാണെന്നും ചില റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഹോർമോസ് കടലിടുക്കിന് സമീപം തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനം A-10 വാർത്തോഗ് വിമാനത്തെ ലക്ഷ്യം വെച്ചതായി ഇറാൻ മാധ്യമങ്ങളാണ് ആദ്യം അവകാശപ്പെട്ട് രംഗത്ത് വന്നത്. എന്നാൽ US ഉദ്യോഗസ്ഥർ അത് സ്ഥിരീകരിച്ചില്ല. അതേസമയം രക്ഷപ്പെട്ട US പൈലറ്റിനെ പിടികൂടുകയോ കൊല്ലുകയോ ചെയ്യുന്നവർക്ക് ഇറാന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവിശ്യ ഗവർണർ പാരിതോഷികം പോലും പ്രഖ്യാപിച്ചു കഴിഞ്ഞു. പൈലറ്റിനെ ജീവനോടെ പിടികൂടാൻ സഹായിക്കണമെന്ന് ഇറാൻ ഭരണകൂടം ചാനലുകൾ വഴി പൊതുജനങ്ങളോടും അഭ്യർത്ഥിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ടെഹ്റാനിൽ നിന്ന് ഏകദേശം 500 കിലോമീറ്റർ തെക്കു പടിഞ്ഞാറ് മാറിയുള്ള കോഹ്ലിലുയെ ആൻഡ് ബോയർ അഹമ്മദ് പ്രവിശ്യയിൽ വെച്ചാണ് F-15E യുദ്ധവിമാനം തകർക്കപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വന്നത്. വെള്ളിയാഴ്ച IRGC ആണ് F-15 വിമാനം വെടിവെച്ചിട്ടത്. തങ്ങളുടെ പുതിയ അത്യാധുനിക പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചാണ് വിമാനം തകർത്തതെന്നാണ് അവരുടെ അവകാശവാദം. ഇതിനു പിന്നാലെയാണ് ലേക്കൻ ഹീത്ത് സ്ക്വാഡ്രണിൽപ്പെട്ട F-35 യുദ്ധവിമാനം കൂടി തകർത്തതായും IRGC അവകാശപ്പെട്ടിരുന്നു. ഇറാനിൽ വെച്ച് തങ്ങളുടെ ഒരു യുദ്ധവിമാനം തകർക്കപ്പെട്ടതായും പൈലറ്റുമാർക്കായി തിരച്ചിൽ തുടരുകയാണെന്നും പേര് വെളിപ്പെടുത്താത്ത ഒരു അമേരിക്കൻ ഉദ്യോഗസ്ഥൻ തന്നെ കഴിഞ്ഞ ദിവസം റോയിട്ടേഴ്സിനോട് സ്ഥിരീകരിച്ചിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ US സെൻട്രൽ കമാൻഡോ, പെന്റഗണോ, വൈറ്റ് ഹൌസോ ഇതുവരെ ഔദ്യോഗികമായി യാതൊരു പ്രസ്താവനകളും പുറത്തുവിട്ടിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ലോകത്തിലെ ഏറ്റവും ശക്തമായ വ്യോമസേനകളിൽ ഒന്നായ US എയർഫോഴ്സിന്റെ പ്രതീകങ്ങളായി കണക്കാക്കപ്പെടുന്ന ഇത്തരം യുദ്ധവിമാനങ്ങൾ തന്നെ ലക്ഷ്യമാവുന്നു എന്നത് ഇറാന്റെ പ്രതിരോധ ശേഷി പ്രതീക്ഷിച്ചതിനേക്കാൾ ശക്തമാണോ എന്ന ചോദ്യം ഉയർത്തുകയാണ്. അതേസമയം ഈ സംഭവ വികാസങ്ങൾ അമേരിക്കൻ സൈനിക തന്ത്രങ്ങൾ വീണ്ടും വിലയിരുത്തേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നതായും വിലയിരുത്തപ്പെടുന്നു. ഇറാൻ മുന്നേറുന്നു എന്ന വിലയിരുത്തലുകൾ ശക്തമാകുമ്പോൾ USന്റെ നിലപാട് പ്രതിരോധപരമാകുന്നുവോ എന്ന സംശയവും ഉയരുകയാണ്. യുദ്ധഭൂമിയിൽ നഷ്ടങ്ങൾ വർദ്ധിക്കുന്നതോടെ അന്താരാഷ്ട്ര തലത്തിൽ അമേരിക്കയുടെ പ്രതിച്ഛായയ്ക്കും തിരിച്ചടി നേരിടേണ്ടി വരുമെന്നതാണ് വിലയിരുത്തൽ. ഇപ്പോൾ ലോകം ഉറ്റുനോക്കുന്നത് ഒരേ ഒരു കാര്യമാണ്. സൈനിക ശക്തിയിൽ മുൻപന്തിയിൽ ഉണ്ടായിരുന്ന അമേരിക്കയുടെ മേൽക്കോയ്മയ്ക്ക് വെല്ലുവിളിയായി ഇറാൻ ഉയർന്നു വരികയാണ്. അല്ലെങ്കിൽ ഇത് യുദ്ധത്തിന്റെ ഒരു താൽക്കാലിക ഘട്ടമാണ്. യാഥാർത്ഥ്യം എന്തു തന്നെയായാലും ഈ റിപ്പോർട്ടുകൾ ഗൾഫ് മേഖലയെ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നതിനോടൊപ്പം ആഗോള രാഷ്ട്രീയത്തിൽ പുതിയ അധ്യായത്തിന് വഴിയൊരുക്കുകയാണ്.